ഹലോ, ഗ്രാൻഡ്മാ സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വിഷയം ശ്രദ്ധ എന്താണെന്നതാണ്. മനുഷ്യ മനസ്സ് പ്രപഞ്ചശക്തിയാൽ ആഗിരണം ചെയ്യപ്പെട്ടതാണ്. പ്രപഞ്ചത്തിൻ്റെ സ്വാധീനം നമ്മുടെ ഏവരുടെയും മനസ്സിൻ്റെ സ്പന്ദനത്തിൽ ഉൾക്കൊള്ളുന്നു. പ്രപഞ്ചത്തിന് അതിരുകളില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. അതിൻ്റെ വികാരവിചാരങ്ങൾക്കതിരില്ല. പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, മനസ്സ് ചാഞ്ചാടിക്കൊണ്ടുമിരിക്കുന്നു. പക്ഷേ പ്രപഞ്ചത്തിനൊരു താളമുണ്ട്, ഒരു ലയമുണ്ട്. അത് സ്വയം ബാലൻസിനു വേണ്ടി ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാക്കുന്നു. ആകാശത്തിൽ ഇടിമിന്നലും മഴയും ഉണ്ടാകുന്നു. കൊടുങ്കാറ്റും പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാക്കുന്നു. മനസ്സിലും കാമക്രോധ ഭാവഭേദ ലോപമോഹങ്ങൾ അത് മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്നു. പക്ഷേ ഒന്നുണ്ട്, പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് ശരിയാവുമ്പോൾ അതിൻ്റെ താണ്ഡവം നിർത്തുന്നു, ശാന്തത കൈവരിക്കുന്നു. എന്നാൽ പലപ്പോഴും മനുഷ്യ മനസ്സിൻ്റെ ബാലൻസ് കൈവിട്ടു പോകുന്നു. അത് അനാശാസ്യത്തിനും അക്രമത്തിനും കൊലപാതകങ്ങൾക്കും പീഡനങ്ങൾക്കും അടിമപ്പെടുന്നു, അല്ലെങ്കിൽ പ്രേരിതനാവുന്നു. ഒടുവിൽ കുടുംബസമാധാനം നശിക്കുന്നു. അവൻ ചിലപ്പോൾ ഉന്മാദാവസ്ഥയാൽ ഭ്രാന്തനാകുന്നു, ആത്മഹത്യ ചെയ്യുവാൻ പ്രേരിതനാകുന്നു, കൊലപാതക കുറ്റത്തിന് ജയിലിൽ അടക്കപ്പെടുന്നു. മനസ്സിനെ ഒരു നിയന്ത്രണവുമില്ലാതെ അഴിച്ചുവിട്ടാൽ നാം അസ്വസ്ഥമാകുന്നു, മനസ്സമാധാനമില്ലാതെ അലയുന്നു. ഇവിടെയാണ് നാം ശ്രദ്ധ എന്താണെന്ന് അറിയേണ്ടത്. ഏകാഗ്രമായ മനസ്സ് ശുദ്ധമായ ചിന്തയും ആരോഗ്യവും നൽകുന്നു. ശ്രദ്ധ അവിടെയാണ് ഏവരിലും ഉണ്ടാവേണ്ടത്. ഒരു കാരണവശാലും മനസ്സിനെ അഴിഞ്ഞാടാൻ സമ്മതിക്കരുത്. സ്വന്തം മനസ്സിനെ നമ്മുടെ തന്നെ ആജ്ഞാനുവർത്തിയാക്കിയിരിക്കണം, നമ്മുടെ പരിധിക്ക് കൊണ്ടുവരണം. ചിലരെ കാണാം, അവർ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും അവരുടെ മനസ്സ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. ഇങ്ങനെയുള്ളവരുടെ പ്രവൃത്തി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒട്ടും ശരിയായിരിക്കയില്ല എന്ന്. എന്തെങ്കിലും പോരായ്മ ഉണ്ടാകും അവർ ചെയ്ത പ്രവൃത്തിക്ക്. നമ്മുടെ ഏത് പ്രവൃത്തിയിലും ശ്രദ്ധ ഉണ്ടാവണം. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും ഭക്തി വിഷയത്തിലാണെങ്കിലും. ഒരാൾ ഭഗവാന് വേണ്ടി ഒരു പൂജ നടത്തുകയാണ്. അയാളുടെ മന്ത്രോച്ചാരണം ശ്രദ്ധയോടെ അല്ലെങ്കിൽ ആ പൂജ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഭഗവത് കടാക്ഷം അയാൾക്ക് ലഭിക്കില്ല. നേരെ മറിച്ച് ഭക്തിയോടെ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ പൂജയ്ക്ക് ഫലസിദ്ധി ഉണ്ടാകും. മറ്റുള്ളവരിൽ ജീവജാലങ്ങളിൽ ഉള്ള ശ്രദ്ധ പോലും മനുഷ്യന് ഉണ്ടാകുകയില്ല. കണ്ടിട്ടില്ലേ, ചിലന്തി വലകെട്ടുന്നത്, ഉറുമ്പ് ആഹാരം ശേഖരിക്കുന്നത്, പറവകൾ സന്ധ്യയാകുമ്പോൾ കൂടണയുന്നത്, ചിത്രശലഭകൾ തേൻ നുകരുന്നത്. അവരുടെ പ്രവൃത്തികളിലൊക്കെ ഒരു താളലയമുണ്ട്. അത് പ്രപഞ്ചത്തിൻ്റെ കൂടിയാണ്. എന്നാൽ മനുഷ്യന് മാത്രമാണ് പല സന്ദർഭങ്ങളിലും ആ താളലയം നഷ്ടപ്പെട്ടു പോകുന്നത്. മനുഷ്യൻ്റെ അശ്രദ്ധ അവനെ ആപത്തുകളിൽ പെടുത്തുന്നു. പലർക്കും അറിയുന്ന കഥയാണ് മഹാഭാരതത്തിലെ പാണ്ഡവരുടേത്. ഗുരുവായ ദ്രോണാചാര്യർ പാണ്ഡവരെയും കൗരവരെയും അസ്ത്രപാഠവും പരീക്ഷിക്കാനായി വിളിക്കുന്നു. വലിയൊരു മരത്തിൻ്റെ ഉയർന്ന ഒരു കൊമ്പിൽ ഒരു കൃത്രിമ പക്ഷിയെ ഉറപ്പിച്ചു. എന്നിട്ട് തൻ്റെ ശിഷ്യന്മാരെയെല്ലാം വിളിച്ചു ആ പക്ഷിയെ കാണിച്ചു കൊടുക്കുന്നു. ആ പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്തു വീഴ്ത്തണമെന്നും ആരാണ് വീഴ്ത്തുന്നത് അവരായിരിക്കും നിങ്ങളിൽ കേമനെന്നും പറയുന്നു. ദ്രോണാചാര്യർ ഓരോരുത്തരെയും വിളിച്ചു ചോദിച്ചു, അമ്പെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാണുന്നതെന്ന്. എന്നാൽ അവരൊക്കെ പറഞ്ഞത് എല്ലാം കാണുന്നുവെന്നാണ്. ഗുരുവിനെയും സഹോദരന്മാരെയും മരത്തെയും പക്ഷികളെയും ഒക്കെ. ഒടുവിലായി അർജുനനോടും ചോദിച്ചു. അർജുനൻ്റെ മറുപടി ആ പക്ഷിയുടെ കണ്ണു മാത്രമേ കാണുന്നുള്ളൂവെന്നാണ്. അങ്ങനെ അർജുനൻ വളരെ ശ്രദ്ധയോടെ ആ പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്തു വീഴ്ത്തി. പാണ്ഡവരിലും കൗരവരിലും വെച്ച് കേമനായി. ഈ കഥയിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സും ശ്രദ്ധയും ഒരേ ലക്ഷ്യത്തിലാണെങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തെ വിജയപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കൂ എന്നാണ്. ഒരല്പം തെറ്റിയാൽ മതി, പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റില്ല. നിങ്ങൾ പലപ്പോഴും കാണാറില്ലേ, അമ്മമാർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും എത്ര ശ്രദ്ധയോടെയാണെന്ന്.
എത്ര സൂക്ഷ്മതയോടെയാണെന്നത്. ചോറിൻ്റെ കലം കഞ്ഞിക്കലത്തിലേക്ക് കമിഴ്ത്തുമ്പോൾ ഇത്തിരി ശ്രദ്ധ മാറിയാൽ മതി. തിളക്കുന്ന കഞ്ഞിവെള്ളം ശരീരത്തിലേക്ക് തെറിച്ച് പൊള്ളലുണ്ടാകും. അതുപോലെ തന്നെ മറ്റു പല പ്രവൃത്തികളിലും അമ്മമാരുടെ ശ്രദ്ധ ഒന്ന് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ പല പ്രവൃത്തികളിലും മനുഷ്യർ ഒരുപാട് ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ അവർ ചെയ്യുന്ന പ്രവൃത്തി വിജയകരമാകൂ. കണ്ണും മനസ്സും ലക്ഷ്യത്തിൽ ഉറപ്പിച്ചാൽ മാത്രമേ അവന് വിജയിക്കാനാവൂ. ഡ്രൈവിങ്ങിലും പഠനകാര്യത്തിലും കുക്കിങ്ങിലും ഡാൻസിങ്ങിലും മ്യൂസിക്കിലായാലും ആരോഗ്യ കാര്യത്തിലായാലും ഭക്ഷണക്രമത്തിലായാലും മനുഷ്യൻ ശ്രദ്ധ വെച്ചേ മതിയാകൂ. ഏതൊരു പ്രവൃത്തിയും ചെയ്യുക അത്രയും ശ്രദ്ധയോടെ ആയിരിക്കണമെന്ന് സാരം. അപ്പോൾ പ്രപഞ്ചവും നമ്മോടൊപ്പം ഉണ്ടാകും. പ്രപഞ്ചത്തിൻ്റെ താളലയമായിരിക്കും നമ്മെ ഉണർത്തുക. ഇനി നമ്മുടെ ശ്രദ്ധയെ എങ്ങനെ ഉയർത്താം എന്ന് ശ്രദ്ധിക്കാം. ധ്യാനം അഥവാ മെഡിറ്റേഷനിലൂടെ നമ്മുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കാനാകും. ശരിയായ ഭക്ഷണക്രമം, ഉറക്കം, ദിവസേനയുള്ള വ്യായാമം, 20 മിനിറ്റ് മെഡിറ്റേഷൻ എന്നിവ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. മെഡിറ്റേഷന് പറ്റിയ ശാന്തമായ സ്ഥലവും ശബ്ദരഹിതമായ അന്തരീക്ഷവും തിരഞ്ഞെടുക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ധ്യാനം ശരീരത്തിനും മനസ്സിനും ഉണർവും ഉത്തേജനവും നൽകുന്നു. ഇന്നത്തെ ഈ ആധുനിക ജീവിതത്തിൻ്റെ പരക്കം പാച്ചിലിൽ ഇത്തിരി മെഡിറ്റേഷൻ മനസ്സിന് അത്യാവശ്യമാണ്. മറക്കാതെ ദിവസവും ഒരു 20 മിനിറ്റോ 30 മിനിറ്റോ നമുക്കായി ധ്യാനത്തിനായി മാറ്റിവെക്കുക. അത് മനസ്സിൻ്റെ ആരോഗ്യത്തിനായി ഉപകരിക്കും. സ്നേഹപൂർവ്വം, അടുത്ത വീഡിയോയിൽ.